ഇതിന്റെ പേര് ഇതാണ് ഇപ്പോഴറിയണേ. എന്തായിരുന്നു അതിന്റെ? ബ്രൂട്ടൽ ബിയോണ്ടല്ലോ. താങ്ക് യു. നല്ല ഇന്റർവ്യൂ ആയിരുന്നു. കാരണം സാധാരണ സിനിമ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രൊമോഷൻ വിളിച്ചു കഴിഞ്ഞാൽ സിനിമ ഒഴിച്ച് ബാക്കി നമ്മളുടെ തോണ്ടി കണ്ടന്റുകൾ എടുക്കലായിരിക്കും പരിപാടി. ഇതൊരു കോഡ് ഡ്രാമ അല്ല കേട്ടോ. ഞാൻ പാവല്ലേ. ഹായ് എവ്രിവൺ, എല്ലാവർക്കും ഏക് ദോ തീയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഒരു സകല കലാവല്ലഭനാണ്, നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നടൻ ബിബിൻ ജോർജ്. ചേട്ടാ, വെൽക്കം ടു ഏക് ദോ തീ. നമസ്കാരം. ഇതിന്റെ പേര് ഇതാണ് ഇപ്പോഴറിയണേ. നല്ല വിശേഷം. വളരെ നാളുകൾക്ക് ശേഷം ഒരുപാട് സന്തോഷങ്ങളുണ്ടായ സമയമാണ്. ഒന്ന്, ബാഡ് ബോയ്സ് ഇപ്പോൾ തിയേറ്ററിൽ ഓടുന്നുണ്ട്. രണ്ട്, എൻ്റെ അടുത്ത പടം ഇറങ്ങാൻ പോകുന്നു ഗുമസ്തൻ. ഇത് രണ്ടുമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഓണത്തിന് ഇത്രയും സന്തോഷം നിന്ന ഓണം ഉണ്ടായിട്ടില്ല. അടിച്ചു പൊളിക്കുന്നു പറയാൻ പറ്റില്ല. പ്രമോഷനായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് നടക്കുമായിരുന്നു. അതിൻ്റെ ഒരു ക്ഷീണവും പരിപാടിയൊക്കെ എൻ്റെ മുഖത്തുണ്ടാവും. ഇപ്പം പ്രേക്ഷകരൊക്കെ തിയേറ്ററിലേക്ക് എത്തിക്കുന്ന ഒരു പാട്ടെന്ന് പറയുന്നത് അതിൻ്റെ ടൈറ്റിലും ട്രെയിലറും പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെയാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും ഒരു ത്രില്ലർ മൂവിയാണെന്ന് മനസ്സിലായി. അപ്പോൾ പലതരത്തിലുള്ള ത്രില്ലർ മൂവീസില്ലേ, ആക്ഷൻ ഉണ്ട്, സൈക്കോളജിക്കൽ ഉണ്ട്, സസ്പെൻസ് ത്രില്ലർ ഉണ്ട്. ഇപ്പോൾ ഒരു ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. എന്ത് തരത്തിലുള്ളൊരു ത്രില്ലറാണ് ഇത്? ഒരു സസ്പെൻസ് ത്രില്ലറാണ്. ഒരു ഫാമിലി സസ്പെൻസ് ത്രില്ലർ എന്ന് പറയാൻ പറ്റും. കാരണം വലിയ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഒരു കുടുംബമായിട്ട് ബന്ധപ്പെട്ട ഒരു സസ്പെൻസ് ത്രില്ലർ, സീറ്റഡ്ജ് ത്രില്ലർ തന്നെയാണിത്. അതാണ് ആ ട്രെയിലറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് നടന്മാർ ആ സിനിമയിലുണ്ട്. മൾട്ടി സ്റ്റാർസുള്ള ഒരു പടമാണ്. ഇപ്പോൾ അതിൽ ഈ പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ കണ്ടില്ല ട്രെയിലറിൽ? ഇപ്പം ഞാൻ ഈ ഗുമസ്തൻ എന്ന് പറഞ്ഞൊരു പേര് കേട്ടപ്പം നമ്മൾ ഈ കോടതിയായിട്ട് റിലേറ്റ് ചെയ്തൊരു പേരാണ് ഗുമസ്തൻ എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഈ ഒരു സിനിമയിൽ ഈ ഗുമസ്തനായിട്ടുള്ള ഒരു കണക്ഷൻ എന്താണ്? അതായത് ഇല്ലേ, ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മളിപ്പോൾ സർക്കാർ ഹോസ്പിറ്റൽസ്, അപ്പോൾ അവിടെ ചിലപ്പോൾ അവിടുത്തെ ഈ മെയിൻ ഉദ്യോഗസ്ഥൻ്റെ കൂടെ ഒരാളുണ്ടാവും. അയാൾ ആ പവറുള്ള ആളൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ അത്ര എഡ്യൂക്കേറ്റഡ് ആയിരിക്കില്ല, പക്ഷേ ഇയാളുടെക്കാളും കൂടുതൽ നോളജ്, എക്സ്പീരിയൻസ് കൊണ്ട് നേടുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനത്തെ വിഭാഗത്തിൽപ്പെട്ടതാണ് ഗുമസ്തന്മാർ. അതായത് ചില വലിയ കൊടികിട്ടിയ വക്കീലന്മാർ വരെ നിയമോപദേശം തേടുന്ന ഗുമസ്തന്മാർ വരെ ഉണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ പ്ലോട്ട്. അപ്പോൾ അങ്ങനൊരു ഗുമസ്തൻ്റെ കഥയാണ്. ഇതൊരു കോഡ് ഡ്രാമ അല്ല കേട്ടോ. കുറേ പേര് അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ക്യാപ്ഷൻ എഴുതിയിരിക്കുന്നത്? ബിയോണ്ട് ദ വായിച്ചിട്ടില്ല അല്ലേ? ഓക്കെ. എനിക്കറിയാം, പക്ഷെ എനിക്ക് ആ ഇംഗ്ലീഷ് പറയാൻ അറിയില്ല. ബിയോണ്ട് ദ എന്തായിരുന്നു അതിൻ്റെ? ബ്രൂട്ടൽ ബിയോണ്ടല്ലോ, അതായിരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ ടാഗ് ലൈൻ. അപ്പോൾ ഗുമസ്തൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ഫുള്ളി ചെയ്യുന്നൊരു പടമല്ല. ഞാൻ ബാക്കിയുള്ള പടങ്ങൾ പോലെ ഫുൾ ഹീറോ പരിപാടി അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന പടമല്ല. പക്ഷേ എപ്പോഴും ഇനി എങ്ങോട്ടും ഞാൻ അഭിനയ കരിയറിൽ ആലോചിക്കുമ്പോൾ എനിക്ക് ഏറ്റവും എടുത്തു വെക്കാവുന്ന മനോഹരമായ ക്യാരക്ടറുള്ള സിനിമയാണ്. ഇപ്പം ഞാൻ ഇതിൻ്റെ ഒരു സിനിമയുടെ സ്റ്റാർ കാസ്റ്റിംഗ് കണ്ടപ്പം അതിനകത്ത് ദിലീഷ് പോത്തനുണ്ട് ഒരു മെയിൻ ക്യാരക്ടറായിട്ട്. ദിലീഷേട്ടുണ്ട്. അപ്പം ദിലീഷേട്ടൻ്റെ ഒരു ഡയറക്ടർ ബ്രില്യൻസ് നമ്മൾ കണ്ടതാണ്. അഭിനയത്തിലെ പോത്തേട്ടന് ബ്രില്യൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനും ദിലീഷേട്ടനായിട്ട് ഒരു സീനാണ് ആകെ ഉണ്ടായിരുന്നത്. ഞങ്ങളപ്പോൾ ആ കോംബോ വേണം എന്ന് പറഞ്ഞിട്ട് ചെയ്താൽ. അല്ല, ഇതിന് മുമ്പും നമ്മളതിലും ഈ സിനിമയിലും മുമ്പും ഞാൻ പുള്ളിയുടെ ബ്രില്യൻസ് ഒക്കെ കണ്ടാണല്ലോ. കാരണം ഞാൻ എഴുതിയ സിനിമയിൽ പുള്ളി മെയിനായിട്ട് വന്നിട്ടുണ്ട്. ഏതാണ്? യമണ്ടം പ്രേമകഥ. അതിൽ പുള്ളി ഒരു നല്ല നാച്ചുറലായിട്ടൊരു ആക്ടറാണ്. പുള്ളി അഭിനയിക്കണമെന്ന് തോന്നുന്നൊന്നുമില്ല പുള്ളിയുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അതിനകത്ത് വില്ലനെ എനിക്ക് ഭയങ്കര വെറുത്ത ഒരു വില്ലനാണ് ശരിക്കും. അതിനകത്ത് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ആ ഒരു വില്ലൻ ക്യാരക്ടർ. അത്രയും വില്ലത്തരം അഭിനയിച്ച് വെച്ചിട്ടുണ്ട് അതിനകത്ത്. ഞാൻ പാവല്ലേ. ഇപ്പം ഈ ബാഡ് ബോയ്സ് ഇതിന്റെ ഇടയ്ക്ക് ഇറങ്ങി ഇപ്പം തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതെ. ഇപ്പൊ റഹ്മാൻ സാറ് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം
മലയാളത്തിൽ അഭിനയിച്ച ഒരു ഇതാണ്. അതെ. അപ്പം അതിൻ്റെ അകത്ത് ഡിസ്കോ എന്നുള്ള സോങ് ഒക്കെ അതിൻ്റെ അകത്തുണ്ട്. അപ്പം അത് നേരിട്ട് കണ്ടപ്പം ആ ഒരു പണ്ടത്തെ ആ ഒരു നൊസ്റ്റാൾജിയിലേക്കൊക്കെ പോയായിരുന്നു. പണ്ടത്തെ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിലല്ല ഞാനും വളർന്നത്. കാരണം അദ്ദേഹം എനിക്ക് തോന്നുന്നത് 83-ലാണ് വരുന്നത്. ഞാൻ ജനിക്കാനൊക്കെ 87 കഴിഞ്ഞിട്ടല്ലേ. അപ്പോൾ പക്ഷേ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ പടങ്ങളും എനിക്കിഷ്ടമാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് അന്നത്തെ എനിക്ക് തോന്നുന്നില്ല അത്രയും സ്റ്റാർഡ് അലങ്കരിച്ചൊരു ആക്ടർ, യങ് ആക്ടർ ഉണ്ടായിട്ടുണ്ടെന്ന്. എനിക്ക് തോന്നുന്നത് ശങ്കർ സാറിന് അത് കിട്ടിയിട്ടുണ്ട്, അത് റഹ്മാൻ സാറിന് കിട്ടിയിട്ടുണ്ട്. അത് റഹ്മാൻ സാറിന് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുനാനിമസ്ലി കുറേ വർഷങ്ങളിങ്ങനെ യൂത്ത് ഐക്കണായിട്ട് ഇങ്ങനെ നിന്ന ആളാണ്. പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തോട് കൂടെ അഭിനയിച്ചപ്പോൾ എന്നൊരു ബ്രദറായിട്ട് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പം നിങ്ങൾ പല ഇൻ്റർവ്യൂകളും ഒന്ന് എടുത്ത് നോക്കിയാൽ മതി, പുള്ളി സിനിമയെ പറ്റി കൂടുതൽ പറഞ്ഞതിനേക്കാളും കൂടുതൽ എന്നെ പറ്റിയൊക്കെയാണ് പുള്ളി പറഞ്ഞത്. അത്രയ്ക്ക് ഞങ്ങൾ തമ്മിൽ ബോണ്ടായി, അത്രയ്ക്ക് സ്നേഹമായി. ഇപ്പം ബാഡ് ബോയ്സിൻ്റെ ഇതിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കമൻറ്റ് സെക്ഷനിൽ വന്നൊരു കാര്യമായിരുന്നു മണിച്ചേട്ടനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നെന്നുള്ളൊരു കാര്യം. ആ ഒരു ഗ്രൂപ്പിൽ ബാഡ് ബോയ്സിനെ ആ ഒരു ഗ്രൂപ്പിൽ മിസ് ചെയ്യുന്നെന്നുള്ളൊരു കാര്യം. ചേട്ടൻ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അപ്പോൾ ചേട്ടൻ ചെയ്ത ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഇപ്പം മണിച്ചേട്ടന് പറ്റിയതായിരുന്നു, അല്ലെങ്കിൽ മണിച്ചേട്ടൻ ചെയ്തായിരുന്നെങ്കിൽ അത് നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്? എനിക്ക് പറ്റിയതല്ല. ഇപ്പം വെടിക്കെട്ടിൽ വിഷ്ണു ചെയ്ത ക്യാരക്ടറല്ലേ, അത് ഒരു ഇപ്പോഴത്തെ ഒരു വേർഷൻ എടുത്തു കഴിഞ്ഞ് മണിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ മണിച്ചേട്ടൻ അല്ലെങ്കിൽ കുറച്ച് നാൾ മുമ്പുള്ള മണിച്ചേട്ടന് ചെയ്യാൻ പറ്റിയ കഥാപാത്രമായിട്ട് തോന്നിയിട്ടുണ്ട് വിഷ്ണുവിൻ്റെ. പക്ഷേ വിഷ്ണു ചെയ്തപ്പോൾ അതൊരു മണിച്ചേട്ടൻ ചെയ്യുമ്പോൾ മണിച്ചേട്ടൻ ഓൾറെഡി നമുക്കറിയാമല്ലോ മണിച്ചേട്ടൻ അത് ചെയ്യുന്നുള്ളത്. വിഷ്ണു ചെയ്തപ്പോഴാണ് സത്യത്തിൽ അത് എല്ലാവരും ഞെട്ടിപ്പോയത്. കാരണം നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ മണ്ടം പ്രേമതല ഇല്ലെന്ന് പറയുന്ന എനിക്ക് കിട്ടിയ പോലത്തെ ഒരു പരിപാടിയാണ് വിഷ്ണുവിന് വെടിക്കെട്ടിൽ കിട്ടിയത്. അത് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് വിഷ്ണു ചെയ്തിട്ടുണ്ട്. കോ ഡയറക്ഷൻ ആയിരുന്നു. പിന്നെ ആ കഥാപാത്രം എഴുതി കഴിഞ്ഞപ്പോഴേക്കും വിഷ്ണുവിന് തന്നെ ഡൗട്ടായിരുന്നു അത് അവന് ചെയ്യാൻ പറ്റൂല്ല എന്നുള്ളത്. എനിക്ക് പക്ഷേ പരിപൂർണമായിട്ട് അവൻ്റെ അഭിനയത്തിൻ്റെ സ്കില്ല് എനിക്ക് ഒരു ഡൗട്ടും ഇല്ല. ഞാൻ അന്ന് 6ാം ക്ലാസ്സിൽ വെച്ചിട്ട് ഞാൻ കാണുമ്പോഴുള്ള അവൻ്റെ കണ്ണിലുണ്ടായിരുന്ന ഒരു സ്പിരിറ്റും അല്ലെങ്കിൽ ഒരു അഭിനയത്തിൻ്റെ ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ഇതുവരെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആക്ടർ ഇൻ മലയാളം സിനിമ. അത് നിങ്ങൾക്കത് ഒരു കട്ടപ്പന കഴിഞ്ഞിട്ട് കുറേ സിനിമകൾ വേറെയൊക്കെ അവൻ ചെയ്തെങ്കിലും പ്രത്യേകിച്ച് നമ്മളുടെ സിനിമകളിൽ നിങ്ങൾ നോക്കിക്കോളൂ, എണ്ണം വെച്ച് പറയുമ്പോൾ കട്ടപ്പനയുടെ നമ്മുടെ പടമായിരുന്നു. യമണ്ടൻ പ്രേമകഥയിലെ വേഷം വളരെ ബ്ലൈൻഡായിട്ടുള്ള ക്യാരക്ടർ ശ്രദ്ധിക്കപ്പെട്ടാണ് ഈ ക്യാരക്ടർ, ഏത് വിഷ്ണുവിൻ്റെ ഇപ്പം നമ്മൾ വെടിക്കെട്ടിൽ. അപ്പോൾ അവൻ്റെ കാലിബർ അനുസരിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി എഴുതുമ്പോൾ അതിന് കുറച്ചും കൂടി അവന് നല്ല പരിപാടികൾ കിട്ടുന്നുണ്ട്. പിന്നെ സുഭാഷ് ചന്ദ്രബോസിലെ വേഷം വിഷ്ണുവിന് ഗംഭീരമായിട്ട് ചെയ്ത, വിഷ്ണു ഭയങ്കര നല്ല ആക്ടർ തന്നെയാണ്, അതിൽ ഒരു സംശയമില്ല. ഈ മലയാള സിനിമയിൽ ഈ കോമഡി ഈ സിനിമകളുടെയൊക്കെ അതിൻ്റെ ഒരു കുറവ് വന്നൊരു സമയത്ത് പെട്ടെന്ന് വന്നതാണ് ഈ അമർ അക്ബർ അന്തോണി, കട്ടപ്പനയിലെ ഋത്വിക് റോഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പണ്ടത്തെ സിനിമയിലെ ആ ഒരു കോമഡിയുടെ ഒക്കെ ഒരു റിപ്പീറ്റേഷൻ വരാതെ എങ്ങനെ എവിടുന്ന് ഇത്രയും കോമഡിയൊക്കെ ഒപ്പിച്ചു? അതൊരു കാലഘട്ടത്തിൻ്റെ മാറ്റമല്ലേ. ഇപ്പോൾ ഞങ്ങൾ നേരിടുന്ന ഇപ്പോൾ കോമഡിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഒരുപാട് ഇത് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരും കോമഡിക്ക്. കോമഡിയുടെ ഒരു പ്രത്യേകത, ഇപ്പോൾ ത്രില്ലറിന് നിങ്ങൾ ശ്രദ്ധിച്ചു ആരും ഉപദ്രവിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ആക്ഷൻ പടത്ത് ഉപദ്രവിച്ചിട്ടുണ്ടാവും, പക്ഷേ കോമഡി പടത്തിനെ നിങ്ങൾ ഉപദ്രവിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയയിലായാലും എല്ലാത്തിലായാലും കുറേ പേർക്ക് അത് വർക്കാവില്ല, കുറേ പേർക്ക് വർക്കാവും. ഇപ്പോഴും നമ്മൾ പറയുന്നില്ല, ഇപ്പം നമ്മൾ കാണുന്ന പല സിനിമകളിലും ഇപ്പം താനടക്കം ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ താനും പറയും ഇവരൊക്കെ ഇരുന്ന് ചിരിക്കുന്നുണ്ടല്ലോ, ഞാൻ ചിരിക്കുന്നില്ലല്ലോ, ഇതെന്ത് പറ്റിയെന്ന് അങ്ങനെ തോന്നില്ലേ? അത് അങ്ങനത്തെ ഒരു സംഭവം കോമഡിക്ക് പണ്ട് കാലം മുതലുണ്ട്, ആ റിസ്ക് ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ജെൻസിയുടെ കാലഘട്ടത്തിൽ ഒരു 30 സെക്കൻഡിലേക്ക് ഇവരുടെ ഫ്രെയിം ഒതുങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ കണ്ട് രസിച്ച് വളർന്നൊരു തലമുറയുടെ മുമ്പിൽ പുതിയ നമ്മളിനി എന്ത് പുതിയത് ഉണ്ടാക്കും എന്നുള്ളതിൻ്റെ കൺഫ്യൂഷനൊക്കെ നമുക്കുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഞാൻ വിഷ്ണു പുതിയൊരു പടം എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നടന്മാരൊക്കെ ഉള്ളൂ ഇവിടെ, നമുക്ക് കച്ചവടം നടക്കുന്ന കുറച്ച് നടന്മാരേ ഉള്ളൂ. അപ്പോൾ അവരുടെ പുറകെ നടന്നു കഴിയുമ്പോഴേക്കും എന്തായാലും അവർ വേറെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാകും, അവർക്ക് അവരുടേതായ പടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. ഈ ഒരു കൊല്ലം അവരിടുന്ന ടൈമില്ലേ, ആ ഒരു കൊല്ലത്തിൽ ഇതെല്ലാം അപ്ഡേറ്റ് ഔട്ടാവും.
നമ്മൾ എഴുതി വെച്ചേക്കുന്ന തമാശകളെല്ലാം. പിന്നെ റീൽസുകാർ അപ്പം തന്നെ കണ്ടന്റുകൾ ഇടും. ഇപ്പം ഞാൻ ഇന്ന് എഴുതി വെച്ച സാധനം നാളെ നമ്മൾ കാണുമ്പോൾ ദൈവമേ ദേ അത് പോയി. അങ്ങനത്തെ ഒരു അവസ്ഥയും കൂടി കോമഡിക്കുണ്ട്. അതാണ് നമ്മൾ നേരിടുന്ന പ്രധാന പ്രശ്നം. അന്നൊന്നില്ല, കാരണം ഞങ്ങൾ രാജുവേട്ടൻ ഡേറ്റ് എന്ന് വെച്ചിട്ട് 1.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് അമർ അക്ബർ ധോണി ചെയ്യുന്നത്. എന്നിട്ടും അതിലെ തമാശകൾ ഫ്രഷായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. അതിനു മുമ്പ് വരുന്ന തമാശകളാണത്. ഇപ്പം ഞാൻ ഈ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ്റെ ഒരു ഇത് വന്നപ്പോൾ ഞാൻ എൻ്റെ മുന്നിൽ കിട്ടാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ഞാനൊരു കട്ടപ്പനക്കാരിയാണ്. അത് ശരി. ഇപ്പം എറണാകുളത്ത് വന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എന്നെ കളിയാക്കുന്ന കട്ടപ്പനയിലെ ഐശ്വര്യ റായ്. ഇതിപ്പോൾ ഔട്ട് വരുമ്പോൾ എനിക്ക് ട്രോള് കിട്ടും. അതെ അതെ. ഇപ്പോൾ വേറെ എന്തൊക്കെയാണ് ഇനി നെക്സ്റ്റ് പ്രോജക്ട്സ്? ഇനി നെക്സ്റ്റ് എന്ന് വെച്ചാൽ 29-ാം തീയതി തുടങ്ങി കൂടൽ എന്നും പറഞ്ഞിട്ട് പടം, ഹീറോ ആയിട്ടുള്ള പടമാണ്. അതിൽ ചെക്കൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഡയറക്ടർ ഷാഫി എപ്പിൽക്കാടും ഷാനു എന്ന് പറയുന്ന 2 പേരും തമ്മിലാണ് ആ പടം ഡയറക്റ്റ് ചെയ്യുന്നത്. അതിൽ അതൊരു ട്രാവൽ മൂവിയാണ്. ട്രാവൽ മൂവി എന്ന് പറയാൻ പറ്റില്ല. കൂടൽ എന്ന് പറഞ്ഞാൽ ഈ ഇപ്പം നിങ്ങൾ ക്യാമ്പെന്ന് കേട്ടില്ലേ, നമുക്ക് അപരിചിതരായ എല്ലാവരും കൂടി ചേർന്നിട്ട് ഇപ്പോഴത്തെ ഒരു സിസ്റ്റം ഉള്ളത് എന്നുവെച്ചാൽ ഫ്രീ ആയിട്ട് നമ്മുടെ ഐഡൻറ്റിറ്റി ഒന്നും വെളിപ്പെടുത്താതെ പോയി താമസിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അതാണ് എൻ്റെ സബ്ജക്റ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ശ്രീനാഥ് ബാസിയുടെ പടത്തിൽ വീണ്ടും തന്നെയൊക്കെ പേടിപ്പിക്കാൻ വില്ലനായിട്ട് വരുന്നുണ്ട് ഞാൻ, പൊങ്കാല. അത് രണ്ടുമാണ് ഇങ്ങനെ ലൈനപ്പിൽ നിൽക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ വെടിക്കെട്ടിന് ശേഷമാണ് ഇങ്ങനെ കണ്ടിന്യൂസ് അഭിനയം പരിപാടി പിടിച്ചു തുടങ്ങിയത്. ഞാൻ അതിനു മുമ്പ് ഒരു പടം അഭിനയിക്കും, പിന്നെ എഴുതാൻ പോകും, പിന്നെ ഇങ്ങനെയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഉറപ്പിച്ച് ഇറങ്ങിയേക്കുവാ. ബിൻചേട്ടൻ ഒരു ആക്ടറാണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ്, ഡയറക്ടറാണ്, സിംഗറാണ്. ഇതിൻ്റെ അകത്തൊക്കെ എൻജോയ് ചെയ്ത് ചെയ്യുന്നത് ഏതാണ്? ദിലീഷ് ചേട്ടനെ കണ്ടിട്ട് എല്ലാവരും പുള്ളി മരിക്കും